ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ടെസ്റ്റിന്റെ മൂന്നാമത്തെ ദിവസം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇംഗ്ലണ്ടിന് ഇപ്പോൾ ജയിക്കാൻ 332 റൺസ് മാത്രമേ ആവശ്യമുള്ളൂ. ഇന്ത്യയുടെ രണ്ട് ഇന്നിംഗ്സും കഴിഞ്ഞിരിക്കുകയാണ്. ടെസ്റ്റ് ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യ ഫസ്റ്റ് ഇന്നിംഗ്സിൽ 396 എന്ന കൂറ്റൻ ടാർഗറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇംഗ്ലണ്ട് ഫസ്റ്റ് ഇന്നിംഗ്സിൽ ഇറങ്ങി 253 റൺസ് അവർ എടുത്തു. ശേഷം ഇന്ത്യ ഇന്ന് സെക്കൻഡ് ഇന്നിംഗ്സിൽ ഇറങ്ങി. പക്ഷേ ഇന്ത്യക്ക് തിരിച്ചടിയാണ് ഇന്ന് സമ്മാനിച്ചത്. ഇന്ത്യ 255 റൺസിൽ ഓൾ ഔട്ടായി. ഇന്ന് ആകെ കൂടി കളിച്ചത് ശുഭ്മാൻ ഗില്ലായിരുന്നു. താരം ഇന്ന് സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു. 104 റൺസാണ് ഗിൽ ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. ജയ്സ്വാളും രോഹിത് ശർമ്മയുമായിരുന്നു ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. രണ്ടുപേരും തുടക്കത്തിൽ തന്നെ പോയി. ജയ്സ്വാൾ 17ഉം രോഹിത് ശർമ്മ 13 റൺസും എടുത്തു. പിന്നീട് ഗില്ലെത്തി. ഗില്ല് വന്നതും വേഗത്തിലാണ് കളിച്ചത്. അതുപോലെ ശ്രേയസ് അയ്യർ 29 റൺസ് എടുത്ത് ഔട്ടായി. പിന്നീട് വന്നവരെല്ലാം തന്നെ നിരാശപ്പെടുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. ആർക്കും തന്നെ പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഇന്ത്യ സെക്കൻഡ് ഇന്നിംഗ്സിൽ 255 റൺസിന് ഓൾ ഔട്ട് ആകേണ്ടി വന്നു. ഇപ്പോൾ ഇംഗ്ലണ്ട് സെക്കൻഡ് ഇന്നിംഗ്സ് ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് മൂന്നാം ദിനം സ്റ്റംപ് എടുക്കുമ്പോൾ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 67 റൺസ് ഇംഗ്ലണ്ട് എടുത്തിട്ടുണ്ട്. ഇനി അവർക്ക് മുന്നിൽ 2 ദിവസമുണ്ട്. ആകെ കൂടി ഇന്ത്യയുടെ ലീഡ് എന്ന് പറയുന്നത് 332 റൺസ് മാത്രമാണ്. ഈ 2 ദിവസത്തിനുള്ളിൽ അത്രയും റൺസ് ഇംഗ്ലണ്ട് എടുത്താൽ അവർക്ക് രണ്ടാം ടെസ്റ്റ് ജയിക്കാൻ സാധിക്കും. ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗ് തകർച്ച നേരിട്ടതാണ് പണിയായത്. ഇന്ത്യക്ക് പണിയായത്. ഇല്ലെങ്കിൽ 450 റൺസിന് മുകളിൽ ലീഡ് ഇന്ത്യക്ക് കൊടുക്കാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ഷുവറായിട്ടും ഈ ടെസ്റ്റ് ജയിച്ചേനെ. പക്ഷേ ഇനി കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. ഇംഗ്ലണ്ട് ഒരു പക്ഷേ 332 റൺസ് എടുത്താൽ അവർക്ക് ഈ ടെസ്റ്റ് ജയിക്കാം. ഇന്ത്യ ബൗളിംഗിൽ ശരിക്കും പിടിച്ചില്ലെങ്കിൽ കളി ഇന്ത്യയുടെ കൈവിട്ടു പോകും. ഓൾറെഡി ഇന്ത്യ ഫസ്റ്റ് ടെസ്റ്റിൽ തോറ്റതാണ്. ഈ ടെസ്റ്റും കൂടി തോറ്റാൽ അത് ഇന്ത്യക്ക് നാണക്കേടാണ്. എന്തായാലും ഇന്ന് ഗില്ല് മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. ഗില്ലിന്റെ സെഞ്ചുറിയാണ് ഇന്ത്യക്ക് നാണക്കേടിൽ നിന്ന് രക്ഷയായത്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.